ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്ന എൻ്റെ വീഡിയോ പച്ചമാങ്ങ വെച്ചിട്ടുള്ള സംഭാരമാണ്. ഇപ്പോൾ മാങ്ങയുടെ ഒരു സീസണല്ലേ, അതുകൊണ്ട് തന്നെ നിങ്ങളും നിങ്ങളുടെ വീട്ടിൽ ഇതൊന്ന് തയ്യാറാക്കി നോക്കൂ. ഞാൻ 2 കോമാങ്ങ വെച്ചിട്ടാണ് കേട്ടോ ഈ സംഭാരം തയ്യാറാക്കുന്നത്. വളരെ രുചികരമായ ഒരു മാങ്ങ സംഭാരമാണിത്, പച്ചമാങ്ങ സംഭാരം. ഒന്ന് തയ്യാറാക്കി ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാൻ മറക്കല്ലേ. ഇതിനായിട്ട് 2 പച്ചമാങ്ങ തൊലിയെല്ലാം കളഞ്ഞ് കട്ട് ചെയ്തെടുത്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്ത് 4 ചെറിയ കഷ്ണങ്ങളായിട്ട് അരഞ്ഞു കിട്ടാനുള്ള പാകത്തിൽ മുറിച്ചെടുത്തിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 2 ചീനമുളകാണ് ചേർക്കുന്നത്. ചീനമുളക് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു വലിയ മുളക്, പച്ചമുളക് ചേർത്ത് കൊടുക്കാം. 3 ചുവന്നുള്ളിയുടെ അല്ലിയും ഒരു കുറച്ച് കറിവേപ്പിലയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ കല്ലുപ്പും കൂടി ഞാനിതിലേക്ക് ചേർത്ത് കുറച്ച് തണുത്ത വെള്ളമൊഴിച്ച് നല്ല പേസ്റ്റ് പരുവത്തിൽ നമുക്കിതൊന്ന് അരച്ചെടുക്കാം. നന്നായി അരച്ചെടുത്ത നമ്മുടെ ഈ മാങ്ങ സംഭാരത്തിലേക്ക് നമുക്ക് കുറച്ചുകൂടെ വെള്ളം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തൊന്ന് ലൂസാക്കി എടുക്കാം. എന്നിട്ട് നമുക്കൊരു അരിപ്പാത്തട്ട് വെച്ച് ആ അരിപ്പയിലൂടെ നമുക്ക് ഈ സംഭാരം ഒന്ന് അരിച്ചെടുക്കാം. തണുത്ത വെള്ളം കുറേശ്ശെ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് അരിപ്പാത്തട്ടിൽ നല്ല തണുത്ത വെള്ളം ഒഴിച്ച് ഒരു സ്പൂൺ വെച്ച് നന്നായി ഇളക്കി നല്ല ലൂസാക്കി എടുക്കാം. നമുക്ക് ഒരു 2 ആൾക്ക് സെർവ് ചെയ്യാനുള്ള സംഭാരം ഇവിടെ റെഡിയായി കിട്ടും. നിങ്ങളുടെ വീട്ടിലെ അംഗങ്ങൾക്ക് അനുസരിച്ച് നിങ്ങൾ ഇൻഗ്രീഡിയൻസ് കൂട്ടിയെടുക്കണം. മാങ്ങ സംഭാരത്തിലേക്ക് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് നോക്കിയിട്ട് കുറച്ചുകൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കൊരു സെർവിങ് ഗ്ലാസ് എടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് സംഭാരം ഒഴിച്ചു കൊടുക്കാം. വളരെ രുചികരമായ ഒരു സംഭാരമാണിത്. ഇതുപോലെ നിങ്ങൾ പച്ചമാങ്ങ വീട്ടിലുണ്ടെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കൂ. വളരെ രുചികരമായ ഈ സംഭാരം നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. നിങ്ങൾ ഇതുപോലത്തെ ഒരു സംഭാരം വയസ്സായവർക്കും കുട്ടികൾക്കും എല്ലാവർക്കും കൊടുത്ത് ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാൻ മറക്കല്ലേ. ഈ ചൂട് കാലത്ത് ശരീരത്തിന് തണുപ്പേകാൻ പറ്റിയ ഒരു സംഭാരമാണ് നമ്മുടെ ഈ മാങ്ങ സംഭാരം. നിങ്ങൾ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്യൂട്ടോ. നിങ്ങൾക്കിത് തീർച്ചയായും ഇഷ്ടപ്പെടും. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കി ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ഓക്കെ, ബൈ.